കാക്കശ്ശേരിസിന്റെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ 2021 കാനഡയിലെത്തിയത്. അതിനുശേഷം ഈ ഒരു 3 വർഷത്തിൽ ഇത്രയും കൂടുതൽ സ്നോ ഞങ്ങളുടെ ഭാഗത്ത് കാനഡയിൽ കാണുന്നത് ഞങ്ങൾ ആദ്യമായിട്ടാണ്. നല്ല സ്നോ മോർണിംഗ് ആണ് കഴിഞ്ഞൊരു 2 ആഴ്ചയായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാനഡയിലൊന്നും ഒത്തിരി വർഷമായവർക്ക് ഇതൊന്നും ഒരു പുത്തിരിയല്ല. പക്ഷേ ഞങ്ങൾക്ക് ഇത്രയും ഒരു സ്നോ ഒരുമിച്ച് കാണുന്നത് ഇത് ആദ്യമായിട്ടാണ്. ഒരു 2022 പക്ഷെ ഇത്രയും അധികം അടുപ്പിച്ചുണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ വിൻ്റർ സ്റ്റോം മോർണിംഗ് ഉണ്ട്. ഞാനിപ്പോൾ ഇരിക്കുന്നത് നമ്മുടെ പാർക്കിങ്ങിൻ്റെ ഭാഗത്താണ്. യൂഷ്വലി ഇവിടം വരയ്ക്കും സ്നോ ഉണ്ട്. ഇന്ന് ഫുൾ ഡേ സ്നോഫോൾ വാർണിംഗ് ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം സ്കൂൾ അവർ ക്ലോസ് ചെയ്തു. കാരണം ഇങ്ങനെ സ്നോ ഉള്ള കാരണം സ്കൂൾ ബസ്സൊന്നും ഓടില്ല. പിന്നെ എല്ലാവരുടെയും സേഫ്റ്റിക്ക് വേണ്ടി സ്കൂൾ ഒരു ദിവസം ക്ലോസ് ചെയ്തു. പക്ഷെ തണുപ്പ് അധികം ഉണ്ടെങ്കിലും ഈവൻ എനിക്ക് തോന്നുന്നു -25 ആണോ 20 ആണോ എന്നറിയില്ല, ആ ഒരു ലെവലായിരിക്കും പിള്ളേരെ ഒരു പുറത്ത് അറ്റ്ലീസ്റ്റ് 15 മിനിറ്റ്സ് കളിക്കാൻ വിടും. പക്ഷെ ഇത് സ്നോ ഇങ്ങനെ ഇതുപോലെ വീണുകൊണ്ടിരിക്കുന്ന ദിവസം അവർ പറഞ്ഞു സ്കൂൾ ക്ലോസ്ഡ് ആയിരുന്നു. അന്ന് ഓഫീസേഴ്സ് കുറേ പേര് റിമോട്ട് വർക്ക് ചെയ്തു. ഞാനൊക്കെ റിമോട്ട് വർക്കായിരുന്നു. അന്ന് സ്കൂളുകൾ ക്ലോസ് ആയിരുന്നു. പക്ഷേ ഈ കഫേയിലും അങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് സ്നോ ഉണ്ടെങ്കിലും വെയിലുണ്ടെങ്കിലും മഴ ഉണ്ടെങ്കിലും അവർ പോകുന്നുണ്ട്. നമുക്ക് അകത്ത് പോയി ബാക്കി സംസാരിക്കാം. ഞങ്ങളുടെ വീട് ഒരു കോണ്ടോമിനിയമാണ്. അപ്പോൾ കുറേ ടൗൺ ഹൗസസ് ഉള്ളത് കാരണം ഇവിടുത്തെ ലാൻഡ് ലോഡ് ഇവിടുത്തെ സ്നോ ഷവലിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളും. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ ഒരു ഓൺ പ്രോപ്പർട്ടിയാണ്, നിങ്ങൾക്ക് സൈഡ് വർക്ക് ഉണ്ട്, അത് ഷവൽ ചെയ്തിട്ടില്ല, അവിടെ ഒരാൾ വീണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ സൂ ചെയ്യാൻ പറ്റും. അതിനുള്ള എന്താ പറയുക, ട്രിപ്പ് ആൻഡ് ഫോൾ ലോയേഴ്സ് ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട് കാനഡയിൽ. അതുപോലെ സൂ ചെയ്തവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഫ്രീ കൺസൾട്ടേഷൻ, യു ഡോണ്ട് പേ അൺടിൽ യു വിൻ, അങ്ങനത്തെ കുറേ പരസ്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അതുകൊണ്ട് ഓൺ പ്രോപ്പർട്ടി അല്ലെങ്കിൽ റെൻറ്റഡ് പ്രോപ്പർട്ടി നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണെങ്കിൽ അത് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ ആരെങ്കിലും അവിടെ തലയും കുത്തി വിടാൻ നമുക്ക് പണി കിട്ടും. അപ്പോൾ നമുക്ക് ആ ഒരു ഇഷ്യൂ ഇല്ല അറ്റ് ദ മൊമെൻറ്റ്. കാരണം ഈ കാണുന്നതൊക്കെ അപ്പാരൻ്റ്ലി നമ്മുടെ പ്രോപ്പർട്ടി മാനേജ്മെൻറ്റ് ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ അവർ ഓൾറെഡി മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു, അവരെല്ലാവരും ബിസിയാണ്, പല സ്ഥലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാവരും എത്തിപ്പെടാൻ പറ്റില്ല, വെദർ ഇസ് ചാലഞ്ചിങ് എന്നൊക്കെ പറഞ്ഞിട്ട്. സ്നോ ഷവലയിൽ വലിയ എളുപ്പമല്ല എന്നുള്ളത് ഷവൽ ചെയ്തവർക്ക് മനസ്സിലാക്കാൻ പറ്റും. സ്നോ ഉള്ളപ്പോൾ ഏറ്റവും വൃത്തികേടാണ് നമ്മുടെ വീടിൻ്റെ എൻട്രൻസാണ്. അപ്പോൾ അവിടെ ഇതുപോലെ ഇങ്ങനത്തെ ട്രേ വയ്ക്കും. അപ്പോൾ നമ്മുടെ ബൂട്ട്സിലൊക്കെ ഇത്രയും സ്നോ ഉണ്ടാവില്ലേ, അതെല്ലാം അതിങ്ങനെ കളക്ട് ചെയ്ത് ഈ ട്രേ ഒക്കെ ക്ലീൻ ചെയ്യാറായി. അതൊക്കെ എൻ്റെ സോൾട്ടിൻ്റെ ഡെപ്പോസിറ്റാണ് കിടക്കുന്നത്. അപ്പോൾ അത് കളക്ട് ചെയ്തോളൂ, അല്ലെങ്കിൽ ഇവിടെ ആകെ മൊത്തം വെള്ളപ്പൊക്കമാവും. ഇത് ഞങ്ങളുടെ ബാക്കിലെ ഡോറാണ്. അത് ഓപ്പൺ ചെയ്ത് എത്രയോ ഒരു കിസ് ഉണ്ടത് കാണിച്ചില്ല. ഇത്രയും അതിങ്ങനെ അടുത്തേക്ക് കൂടാൻ വൈകിയ കാരണം ഇത്രയേ ഉള്ളൂ. ആക്ച്വലി അതിൽ ഇത് അവിടം വരയ്ക്കൊക്കെ ഉണ്ട്, മലപോലെ കുടി കിടക്കുന്നത് കണ്ടില്ലേ. ആയിരിക്കണം നമ്മുടെ ഓൾ സീസൺ ടയറാണ്. വിൻ്ററിൻ്റെ സമയത്ത് നമ്മൾ ടയർ മാറ്റും. അപ്പോൾ വിൻ്റർ ടയർ എന്തിനാ ഓൾ സീസൺ ടയർ പോരെ എന്നുള്ളൊരു ചോദ്യം വരാം. അതിന് 2 ഉത്തരവുണ്ട്. ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യുബെക്കിലും ബ്രിട്ടീഷ് കൊളംബിയയിലും വിൻ്റർ ടയേഴ്സ് മാൻഡേറ്ററിയാണ്. അതായത് സ്പെസിഫിക് മന്ത്സിൽ, എനിക്ക് തോന്നുന്നത് ക്യുബെക്കിൽ ഡിസംബർ ടു മാർച്ചും ബ്രിട്ടീഷ് കൊളംബിയയിൽ ഒക്ടോബർ ടു മാർച്ചും അങ്ങനത്തെ ഒരു ടൈം ഫ്രെയിമിൽ വിൻ്റർ ടയർ വേണം എന്നുള്ളത് നിർബന്ധമാണ്. ആൻഡ് ഒണ്ടാരിയോയിൽ അത് മാൻഡേറ്ററി അല്ല, പക്ഷേ ഇറ്റ് ഈസ് ഗുഡ്, ഉണ്ടെങ്കിൽ നമുക്ക് പ്രൊട്ടക്ഷനാണ്. ഈ ഒരു ഇങ്ങനത്തെ ഒരു കാലാവസ്ഥയിൽ റോട്ടിൽ ഓടിക്കുമ്പോൾ ബെറ്റർ ട്രാക്ഷൻ കിട്ടും. ഓൾസോ 2 to 5% ഡിസ്കൗണ്ട് കിട്ടും ഫ്രം ഇൻഷുറൻസ് കമ്പനീസ് നമ്മൾ വിൻ്റർ ടയർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അകത്ത് കയറിപ്പിച്ചിട്ട് സമാധാനമുണ്ട്. അപ്പോൾ കാനഡയിൽ പിള്ളേരായിട്ട് വരുന്നവർക്ക്, എസ്പെഷ്യലി വിൻ്ററിൻ്റെ സമയത്തിൽ വരുന്നവർക്ക് ഫേസ് ചെയ്യുന്ന ചാലഞ്ചസിനെ കുറിച്ചാണ്, അതായത് ഞങ്ങൾ അറ്റ്ലീസ്റ്റ് ഫേസ് ചെയ്ത കുറച്ച് ചാലഞ്ചസിനെ കുറിച്ച് കൂടെ പറയാനാണ് ഈ വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ 2021 കാനഡയിൽ വന്നത്. ആ സമയത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും സിവിയർ വിൻ്റർ ആയിരുന്നില്ല, എന്നാലും അത്യാവശ്യത്തിനുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾക്ക് ഫേസ് ചെയ്ത ചാലഞ്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രാൻസ്പോർട്ടേഷനാണ്. കാരണം ഇമാതിരി സ്നോഫോൾ ഉള്ളപ്പോൾ ബസ്സെല്ലാം ഡിലേ ആകും. ആൻഡ് ബസ് സ്റ്റേഷനിലൊക്കെ മറ്റേ ഹീറ്ററൊക്കെ ചിലതിലുണ്ട് ചിലതിലുണ്ടാവില്ല. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഓൺ വെഹിക്കിൾ ഇല്ലെങ്കിൽ അത് ഭയങ്കര ചാലഞ്ചിങ് ആയിട്ടൊരു കാര്യമാണ്, എല്ലാത്തിലും ഡിലേ ഉള്ളത്. പിന്നെ നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ പോയല്ലേ പറ്റി പുറത്ത്. അപ്പോൾ ആ സമയത്ത് വണ്ടി ഇല്ലാത്ത സമയത്ത് ഗ്രോസറീൻ്റെ ഒരു കുഞ്ഞൊരു ബാഗൊക്കെ അല്ലേ, പുഷ് ചെയ്യുന്ന ട്രോളി, അതെല്ലാം തള്ളി പിടിച്ച് സ്നോയിൽ വന്നതൊക്കെ ഞങ്ങളൊരു വീഡിയോയും ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച്. അപ്പോൾ തണുപ്പത്ത് അതൊരു ചാലഞ്ചായിരുന്നു. പക്ഷേ മെയിൻ കാര്യം പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേർക്ക് പ്രോപ്പർ വിൻ്റർ അട്ടയർ വേണം. അവർക്ക് മറ്റേ സ്നോ പാൻറ്റും ജാക്കറ്റും, പിന്നെ ഇതിനെ ടൂക്ക് എന്നാണ് അവർ പറയുക, ടൂക്കും പിന്നെ ഗ്ലൗസും എല്ലാം വേണം. ഇപ്പോൾ സ്കൂളിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ -20 വരേക്കും അവർ കുട്ടികളെ അറ്റ്ലീസ്റ്റ് 15 മിനിറ്റ്സ് ഔട്ട്ഡോർ റിസസ് ഉണ്ട് തണുപ്പുണ്ടെങ്കിലും. അതിന് മേലെ 21 28 ഒക്കെ ആകുമ്പോൾ അവർ ഇൻഡോർ റിസസ് ചെയ്യാം. മാക്സിമം അവർ 15 മിനിറ്റ്സിലും പിള്ളേരെ അവർ പുറത്ത് ടൈം സ്പെൻഡ് ചെയ്യാൻ അവർ എൻകറേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് കുട്ടികൾക്ക് എന്തായാലും പ്രോപ്പറായിട്ടുള്ള വിൻ്റർ ഗിയർ ഉള്ളത് നല്ലതാണ്. അത് സ്കൂളിൽ നിന്ന് നോട്ട്സൊക്കെ തരാറുണ്ട്, എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഒരു വീണ്ടും റിമൈൻഡ് ചെയ്തയക്കും. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാകും കുറേ പേരൻസ് ഇത് കൊടുത്തയക്കുന്നുണ്ടാവില്ല എന്നുള്ളത്.
ഗ്ലൗസും വാട്ടർ റെസിസ്റ്റൻറ്റ് ഗ്ലൗസ്, പിന്നെ സ്നോ പാൻസ്, ജാക്കറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മസ്റ്റായിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ടുള്ളൊരു ചലഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഞങ്ങളിതിന് മുന്നേ താമസിച്ചിരുന്ന സ്ഥലത്ത് സ്പേസ് ഹീറ്റർ ആയിരുന്നു, ഇത് ഫർണസ് ആയിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് നമ്മൾ സ്പേസ് ഹീറ്റർ ഓൺ ചെയ്തു ഓഫ് ചെയ്തു അങ്ങനെ ഇരുന്നു. ഇപ്പോൾ ഇപ്പോഴത്തെ സ്ഥലത്ത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫർണസാണ്. ഫർണസ് ഉള്ള വീടുകളിലുള്ള പ്രശ്നം, അല്ലെങ്കിൽ സ്പേസ് ഹീറ്ററുള്ള വീടുകളിലുള്ള പ്രശ്നം തന്നെയാണ്. ഇവിടെ ഒരു നമ്മുടെ വീട്ടിൻ്റെ അകത്ത് ഡ്രൈ എയർ നന്നായിട്ടുണ്ടാവും. ഈ ഡ്രൈ എയറിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് പല 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 സൈഡ് എഫക്ട്സ് ഉണ്ട്. മെയിൻ തിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈ കോഫ് വരും. സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കാണ് മോസ്റ്റ്ലി നോസ് ബ്ലീഡ് വരും ഡ്രൈ ആയിട്ട്. തേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രൈ സ്കിൻ, എസ്പെഷ്യലി കണ്ണിൻ്റെ മേലേക്ക് ഐലിഡ്, എക്സിമ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. എനിക്ക് വന്നിട്ടുണ്ട്, ഇവിടെ ഫുൾ ഇങ്ങനെ ഫ്ലേക്കായി പോകും ഡ്രൈ എയർ വന്ന കാരണം. അപ്പോൾ ഈ ഡ്രൈ കോഫ്, ഡ്രൈ സ്കിൻ, ഇതെല്ലാം ഈ ഒരു ഡ്രൈ എയർ കാരണമാണ് പറഞ്ഞത്, എല്ലാം ഡ്രൈ ആയത് കാരണം. അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹ്യൂമിഡിഫയർ വയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങളുടെ മൂത്ത മോനിക്ക് ഇതുപോലെ ഡ്രൈ കോഫ് ഉണ്ടായിരുന്നു, നല്ലൊരു 7 days ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഡോക്ടറെ കാണിച്ചു, ഡോക്ടർ ആൻറ്റിബയോട്ടിക് തന്നു. പിന്നെ അതുപോലെ ഫർണസ് ആണോ വീട്ടിൽ, എന്താ പിന്നെ ഹ്യൂമിഡിഫയർ വെക്കാൻ പറഞ്ഞു. അപ്പോൾ ഹ്യൂമിഡിഫയറൊക്കെ നമ്മൾ കൂടുതൽ നേരം സ്പെൻഡ് ചെയ്യുന്ന റൂമിൽ ഹ്യൂമിഡിഫയർ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ബെറ്റർ റിലീഫ് കിട്ടും ഈ ഡ്രൈ കോഫിന്. എസ്പെഷ്യലി ഓൾസോ നോസ് ബ്ലീഡിൻ്റെ കാര്യത്തിലും ചിലർക്കൊക്കെ നല്ല സ്കിന്ന് ഡ്രൈ ആയിട്ട് നോസ് ബ്ലീഡ് ആവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഹ്യൂമിഡിഫയർ ഇസ് ഗുഡ്. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഫർണസ് ഉള്ള വീട്ടിൽ മറ്റേ അതിൻ്റെ എയർ ഫിൽറ്റർ ചേഞ്ച് ചെയ്യുന്ന കാര്യം. ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ജെഫ് ഭയങ്കര എക്സ്പ്രഷനോട് കൂടെ ചെയ്തൊരു വീഡിയോ ഞാൻ വിടാം. അപ്പോൾ ഇതിൽ കാണിക്കുന്ന പോലെ ഞങ്ങളുടെ ഫർണസ് ഹീറ്റ് ആയിരുന്നില്ല. അതിൽ 75, 76 എന്നൊക്കെ കാണിച്ചാലും വീടിൻ്റെ അകത്തൊക്കെ തണുപ്പായിരുന്നു. അപ്പോൾ എന്താ കാരണം നോക്കിയപ്പോൾ ആ ഫിൽറ്റർ ഫുള്ളും ഇതുപോലെ ക്ലോഗായി കിടക്കുകയായിരുന്നു. ഇതുകൊണ്ടുള്ള സൈഡ് എഫക്ട്സ് എന്ന് പറഞ്ഞെങ്കിൽ ക്ലോഗ് ആയിട്ടുള്ളപ്പോൾ അതിലത്തെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് തന്നെ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ സർക്കുലേറ്റ് ആയിക്കൊണ്ടിരിക്കുക. ദെൻ അതുപോലെ തന്നെ പ്രോപ്പർ ഹീറ്റ് ആകുന്നില്ല. അപ്പോൾ അതെല്ലാം കാരണം നമ്മുടെ ഹെൽത്തിന് അത് ഇൻഡയറക്ട്ലി അല്ല ഡയറക്ട്ലി തന്നെ നമ്മൾ എഫക്റ്റ് ചെയ്യും. ഓൾസോ ഇപ്പോൾ കോഫും ഇതും ഇല്ലെങ്കിൽ ഡ്രൈ സ്കിൻ വരാനും റിങ്കിൾസ് ഒക്കെ വരാനും കൂടുതൽ ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ വിൻ്ററിന് അതൊരു പ്രിക്കോഷനാണ്. പിന്നെ മെയിൻ തിങ് എന്ന് പറഞ്ഞെങ്കിൽ ഇതേപോലെ തന്നെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം. അത് സാധാരണ വാങ്ങിക്കുന്ന മോയ്സ്ചറൈസറിനേക്കാളും ഇതുപോലെ ഇവിടെ കാണിക്കുന്ന യൂസറൽ, സെറ്റാഫിൽ അങ്ങനത്തെ ഒരു മോയ്സ്ചറൈസർ ആയിരിക്കും നല്ലത്. അതൊന്നും കൂടി നമുക്ക് എന്താ പറയുക, ഒന്നും കൂടി നമുക്ക് ആ ഡ്രൈനെസ് പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കും. മറ്റേ ടൈപ്പ് മോയ്സ്ചറൈസറൊക്കെ നമുക്ക് സമ്മർ ടൈമിൽ ഓക്കെയാണ്, പക്ഷേ വിൻ്ററിൽ ഇങ്ങനത്തെ വാങ്ങിക്കുന്നതായിരിക്കും ഒന്നും കൂടി ബെറ്റർ, എസ്പെഷ്യലി കുട്ടികൾക്ക്. പിന്നെ ഒരു ചാലഞ്ചിങ് കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിൻ്ററിൻ്റെ സമയത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എസ്പെഷ്യലി ബേസ്മെൻറ്റിലൊക്കെ താമസിക്കുന്ന സമയത്ത് നമുക്ക് പുറത്തിറങ്ങാൻ തോന്നുന്നില്ല, വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കാനേ തോന്നുള്ളൂ. അത് അങ്ങനെ അടച്ചുകൂടിയിരുന്ന് പുറത്തു പോകാതിരുന്ന് അത് വല്ലാത്തൊരു ഫീലിംഗാണ്. പലർക്കും അതൊരു നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യും, ഡിപ്രഷൻ ആകുന്നു എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഫാമിലി ആയിട്ടില്ലാത്തവർ, ഒറ്റയ്ക്ക് താമസിക്കുന്നവർ, എസ്പെഷ്യലി ഇപ്പോൾ സ്റ്റുഡൻസ് ആയിട്ടുള്ളവരൊക്കെ ഒത്തിരി എന്താ പറയുക സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനോടെ കടന്നുകൊണ്ടിരിക്കുന്നത്. താങ്ക്സ് ടു IRCC ഇങ്ങനെ നോൺ സ്റ്റോപ്പ് സർപ്രൈസ് അനൗൺസ്മെൻറ്റ്സ് എല്ലാ ദിവസവും തന്നുകൊണ്ടിരിക്കുന്ന IRCCക്ക് ഈ സമയത്തിൽ നന്ദി സൂചിപ്പിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഒറ്റയ്ക്ക് താമസിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് താമസിക്കുകയാണെങ്കിൽ തന്നെയും ഒന്ന് അറ്റ്ലീസ്റ്റ് ഒരു 10 to 15 minutes പുറത്ത് നടക്കാൻ പോകുന്നത് നല്ലതായിരിക്കും. ഞാനത് പലപ്പോഴും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇന്നിപ്പോൾ ഞാനതാ ചെയ്തത്. രാവിലെ കുറച്ച് നേരം ഇങ്ങനെ ഇതിൻ്റെ അകത്ത് തന്നെ അടിച്ചുകൂടി ഇരുന്നപ്പോൾ മൂത്താളോട് പറഞ്ഞു ഞാൻ പുറത്ത് ഒരു 10 minutes നടന്നിട്ട് വരാൻ പറഞ്ഞിട്ട് ഞാൻ പോയി നടന്നിട്ട് വന്നു. അത് നമുക്ക് മൈൻഡൊന്ന് റിഫ്രഷ് ആകാൻ ഹെൽപ്പ് ചെയ്യും. ഇച്ചിരി പാടാണ് ഈ കോട്ടും ബൂട്ടും ഒക്കെ ഇട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ, പക്ഷെ അത് പോയി വരുമ്പോൾ മൈൻഡ് ഒന്ന് റിഫ്രഷ് ആകും. അപ്പോൾ അതൊക്കെയാണ് കാനഡയിലെ വിൻ്ററിലെ കാര്യങ്ങൾ. ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു 2 മാസം വ്ളോഗിങ്ങിന് ബ്രേക്ക് എടുത്തു. കാരണം ഞങ്ങളുടെ ലൈഫിൽ കുറേ ചേഞ്ചസ് ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള എല്ലാ അപ്ഡേറ്റ്സും ഇനി വരും ബ്ലോഗുകളിൽ അറിയിക്കുന്നതാണ്. ഇപ്പോൾ യൂട്യൂബ് തുറന്നാലും ഇൻസ്റ്റാഗ്രാം തുറന്നാലും കൂടുതൽ കാണുന്നത് കാനഡ പിടുത്തം മുറുക്കി എന്നുള്ള ടോപ്പിക്കിലുള്ള വ്ളോഗുകളാണ്. അപ്പോൾ ഞങ്ങൾ ഈ 3 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഞങ്ങളുടെ എക്സ്പീരിയൻസ് തന്നെ ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ റിയാലിറ്റി ഷെയർ ചെയ്യുമ്പോൾ ആൾക്കാരോട് എന്തിനാ നെഗറ്റീവ് പറയണേ എന്നുള്ളത്. പക്ഷേ ഞങ്ങൾക്കതൊരു കംഫർട്ട് കിട്ടുന്ന എപ്പോഴെന്ന് വെച്ചാൽ ആൾക്കാർ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങളുടെ ആ വ്ളോഗ് കണ്ട കാരണം ഞങ്ങൾക്ക് കുറച്ച് പ്രിപ്പയർഡ് ആയിട്ട് വരാൻ പറ്റി. അത് തന്നെ ഞാൻ ഇപ്പോഴും പറയുന്നത്, കം പ്രിപ്പയർഡ്. കാരണം വന്ന ലൈഫ് ഈസി അല്ല എന്നുള്ള കാര്യം തന്നെ ആദ്യം മുതൽ പറഞ്ഞു. അപ്പോൾ പ്രിപ്പയർഡ് ആയിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്കത് എന്താ പറയുക ചാലഞ്ചിങ് ആണ്, ഇച്ചിരിയെങ്കിലും ചാലഞ്ച് കുറവായിട്ട് തോന്നും. അപ്പോൾ എല്ലാം പോസിറ്റീവാണെന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഉള്ളതുപോലെ ഷെയർ ചെയ്യുക, അതാണ് ഞങ്ങളുടെ ഒരു ഗോൾ. അപ്പോൾ വീണ്ടും അടുത്ത വ്ളോഗിൽ സന്ധിക്കും വരെ, ദിസ് ഇസ് ലുബ്ന സൈനിങ് ഓഫ് ഫ്രം ദ കാക്കശ്ശേരീസ് വ്ളോഗ്.